I will just, cite out certain points that I have in mind. I hope you will not have a problem with language because I would keep going between English and Malayalam. ഫെമിനിസ്റ്റ് ജൂറിസ് പ്രൂഡൻസ് എന്ന് പറയുന്ന ഒരു ആശയം, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള ഒരു ആശയത്തിനപ്പുറത്തേക്ക് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാരഡൈം അല്ലെങ്കിൽ അത്തരം ഒരു തിയററ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മറ്റു വിഭാഗങ്ങൾ, ദലിതായാലും ആദിവാസി ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും കുടിയൊഴിപ്പിക്കപ്പെട്ടവരായാലും അങ്ങനെ മെയിൻ സ്ട്രീം ലോജിക്കിന്റെ പുറത്ത് നിർത്തപ്പെട്ടിട്ടുള്ള ഏത് ജനവിഭാഗത്തെയും അഡ്രസ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് നീതി ലഭ്യമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്രെയിം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിനെ കാണുന്നത്. ഒന്ന്, എനിക്ക് തോന്നുന്നു ആധുനികതയുടെ വരവോടുകൂടി ഉണ്ടായിട്ടുള്ള ദേശരാഷ്ട്രങ്ങൾ, നേഷൻ സ്റ്റേറ്റ്സിന്റെ ഒരു ലോജിക്ക് വാസ്തവത്തിൽ ആ നേഷൻ സ്റ്റേറ്റ്സിനകത്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ലീഗൽ സിസ്റ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ആധുനിക നേഷൻ സ്റ്റേറ്റ് ഉണ്ടായി വരാനുള്ള ഘടകങ്ങളെ വാസ്തവത്തിൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഈ ലോനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ആധുനികതയുടെ വലിയ വാഗ്ദാനങ്ങൾ, ഡെമോക്രസി എന്നുള്ള വാഗ്ദാനം, ഈക്വാലിറ്റി എന്നുള്ള വാഗ്ദാനം, ഇതിനെയൊക്കെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു മാർഗം, ഒരു ഏജൻസി എന്നുള്ള നിലയ്ക്ക് ഓരോ ദേശരാഷ്ട്രത്തിനകത്തുമുള്ള ലോ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിന്റെ ഗ്യാരണ്ടി എന്നുള്ള നിലയ്ക്കും ഇക്വാലിറ്റിയുടെ ഗ്യാരണ്ടി എന്നുള്ള നിലയ്ക്കും ഓരോ ദേശരാഷ്ട്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ഓരോ സിറ്റിസണിനും അവരുടേതായിട്ടുള്ള ഫ്രീഡം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്നുള്ളൊരു ഡിക്റ്റം എനിക്ക് തോന്നുന്നു നമ്മൾ വളരെയധികം വിശ്വസിച്ചും അതിനെ പിൻപറ്റിയും പോന്നിട്ടുള്ള, ദേശരാഷ്ട്രങ്ങളെ വിശ്വസിക്കാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിക്റ്റം എന്നുള്ള നിലയ്ക്ക് ഈ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്ന് പറയുന്ന ഒരു ഡിക്റ്റം, ദേശരാഷ്ട്രം പ്രോമിസ് ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിന്റെയും ഇക്വാലിറ്റിയുടെയും വാഗ്ദാനം, ഇത് ഈ ഒരു ഫസാഡിന് പുറകിൽ ഉള്ള വാസ്തവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്, വാസ്തവത്തിൽ ഒരു സിവിൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിന് പുറകിൽ ഏത് തരത്തിലുള്ള മാനകങ്ങൾ, ഏത് തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഫംഗ്ഷൻ ചെയ്തതെന്നുള്ളത്. നിലവിൽ ഡോമിനന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. ബ്രാഹ്മണിക് ആയിട്ടോ മെയിലായിട്ടോ എലീറ്റ് ആയിട്ടോ ഉള്ള വളരെ ഡോമിനന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഇക്വാളിറ്റിയെ കുറിച്ചും ഡെമോക്രസിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ അതുകൊണ്ട് തന്നെ മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, സിറ്റിസൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വാസ്തവത്തിൽ എല്ലാ സിറ്റിസൺസിനെയും ഉൾക്കൊള്ളുന്നതേ ആയിരുന്നില്ല. കുറച്ച് പേര്, ഏതാനും ചിലര് മാത്രം, വളരെ ഡോമിനന്റ് ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന ഏതാനും ചിലരുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് എല്ലാ സിറ്റിസൺസിനും വേണ്ടി സംസാരിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ എന്നുള്ള മട്ടിലാണ് വാസ്തവത്തിൽ ലീഗൽ സിസ്റ്റം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു സംഗതി. വാസ്തവത്തിൽ ക്രോഡീകരിക്കപ്പെട്ട നിയമങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത്, നിലനിൽക്കുന്ന ഫാമിലി കിൻഷിപ്പ്, സെക്ഷൽ ആയിട്ടുള്ള നടത്തിപ്പുകൾ, സെക്ഷൽ മോർസ് എന്ന് പറയുന്നത് ട്രഡീഷൻസ്, അല്ലെങ്കിൽ നിലവിലുള്ള സെക്ഷൽ ആയിട്ടുള്ള പ്രാക്ടീസസിനെ, അത്തരം നിലവിലുള്ളതിനെ ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് വാസ്തവത്തിൽ ലീഗൽ സിസ്റ്റംസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോമിനന്റ് ആയിട്ടുള്ള പെട്രിയാർക്കൽ പ്രാക്ടീസസിനെ, പെട്രിയാർക്കൽ എന്ന് ഞാൻ പറയുമ്പോൾ സ്ത്രീ പുരുഷൻ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് അപ്പുറത്തേക്ക് അധികാരത്തിന്റെ എന്നുള്ള സൂചനയിൽ നിലനിൽക്കുന്ന അധികാരങ്ങളെ ഒരു ലീഗൽ ഫ്രെയിമിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്, ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടി റൈറ്റ്സ്, ഭർത്താവാണല്ലോ അധികാരത്തിൽ ഇരിക്കേണ്ടത് എന്നുള്ള സാമാന്യമായി നിലനിന്ന് പോന്നിട്ടുള്ള അധികാര ബന്ധങ്ങളെ ലോ ആക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ നിലനിൽക്കുന്ന ഡോമിനന്റ് ആയിട്ടുള്ള പ്രാക്ടീസസിനെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ലെജിറ്റിമസി കൊടുക്കാൻ ഒരു ലീഗൽ സിസ്റ്റം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ലോ ആകുമ്പോൾ അത് ലെജിറ്റിമേറ്റ് ആയി മാറുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് സ്വാതന്ത്ര്യത്തിന്റെയോ ഒരു സമത്വത്തിന്റെയോ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഉണ്ടായി വരുന്ന നിയമം എന്നുള്ളതിനേക്കാളേറെ നിലനിൽക്കുന്ന ഡോമിനന്റ് ആയിട്ടുള്ള പ്രാക്ടീസസിന് ഒരു തരത്തിൽ ലെജിറ്റിമസി കൊടുക്കുന്ന തരത്തിലാണ് ലോകത്തെമ്പാടും ലീഗൽ സിസ്റ്റംസ് നിലനിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോമിനൻസ് എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആവുന്നു, ഡോമിനൻസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയി മാറുന്ന തരത്തിലുള്ള ഒരു ലെജിറ്റിമസി നിലനിൽക്കുന്ന അധികാര പ്രയോഗങ്ങൾക്ക് നൽകാൻ നിയമവ്യവസ്ഥകൾ ശ്രമിച്ചിട്ടുണ്ട്. ലിബറൽ ലീഗലിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം തന്നെ അതാണെന്ന് തന്നെയാണ്
നമുക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് നിലനിൽക്കുന്ന അധികാര ബന്ധങ്ങളെ, ഡോമിനേഷൻസിനെ ഒരു നോർമലായിട്ടും ഇങ്ങനെയാണ് പുരുഷനാണ് അധികാരത്തിൽ എക്കാലവും ഇരുന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളുടെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്നുള്ള നിലയ്ക്ക്, നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ള നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതൊരു കൺസ്ട്രക്ഷൻ ആണ് എന്നല്ല, സമൂഹത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഒരു അധികാര ബന്ധമാണ് എന്നല്ല, ഒരു കൺസ്ട്രക്ഷൻ ആണ് എന്നല്ല, മറിച്ച് ഇതാണ് നോർമലായിട്ട് ഉള്ള അവസ്ഥ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങൾ, ഒരു സൊസൈറ്റിയിലെ ഡിസ്ക്രിമിനേഷൻ ലീഗൽ ടേംസിലേക്ക് എത്തുന്നതോടുകൂടി നോൺ ഡിസ്ക്രിമിനേഷൻ ആയിട്ടും നോർമൽ ആയിട്ടും ലെജിറ്റിമേറ്റ് ആയിട്ടും മാറുന്ന ഒരു പ്രക്രിയയ്ക്ക് വാസ്തവത്തിൽ ലീഗൽ സിസ്റ്റംസ് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം ഇപ്പം ലോ നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു ക്ലെയിം, ലോ മാത്രമല്ല ആധുനികതയുടെ എല്ലാ ഡിസിപ്ലിൻസും, ഹിസ്റ്ററി ആയാലും സോഷ്യോളജി ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും ആധുനികതയുടെ എല്ലാ വിജ്ഞാന ഉത്പാദന ശാഖകളും നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയൊരു ക്ലെയിം എന്ന് പറയുന്നത് ഇതെല്ലാം റാഷണൽ ആണെന്നും ന്യൂട്രൽ ആണെന്നും പക്ഷം പിടിക്കാത്ത ഒബ്ജക്ടിവിറ്റി ആണെന്നുള്ളതാണ്. ഇതെല്ലാം നോളജ് സിസ്റ്റത്തിലുമാണ്. ലോ അത് തന്നെയാണ് നമ്മളോട് മുഖം നോക്കാതെ, കണ്ണ് കെട്ടിയിട്ടുള്ള മുഖം നോക്കാതെ, ആണാണെന്നോ പെണ്ണാണെന്നോ ഒന്നും നോക്കാതെ എല്ലാവരെയും സമന്മാരായി കാണുക എന്ന് പറയുന്ന ഒരു വലിയ ക്ലെയിം ഉണ്ട്. ഹിസ്റ്ററി പറയുന്നത്, ഞാൻ ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥിയായിരുന്നു, ഹിസ്റ്ററി നിരന്തരം പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്, ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. പക്ഷെ ഈ ഒബ്ജക്റ്റീവ് എന്നും പക്ഷം പിടിക്കുന്നില്ല എന്നും റാഷണൽ ആയിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ടതാണെന്നും ഒക്കെ അവകാശപ്പെടുന്ന എല്ലാ വിജ്ഞാന ശാഖകളെയും പോലെ ലീഗൽ ലോ എന്ന് പറയുന്ന ഒരു ശാഖയും വാസ്തവത്തിൽ കൃത്യമായ പക്ഷപാതിത്വങ്ങളിൽ, കൃത്യമായ അധികാര ബന്ധങ്ങളിൽ, കൃത്യമായ ഹിംസാത്മകമായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള തരത്തിലുള്ള സ്പേസസ് ആണ് വാസ്തവത്തിൽ നിരന്തരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൂര്യനെല്ലിയെ കുറിച്ച് വന്നിട്ടുള്ള വേർഡിക്റ്റ്, വിദുരയെ കുറിച്ച് വന്നിട്ടുള്ള വേർഡിക്റ്റ്, ഒരു പെൺകുട്ടിയുടെ ശരീരം വോളപ്ഷ്യസ് ആണ് അല്ലെ, തടിച്ച് മെഴുത്ത് കൊഴുത്തതാണ് എന്നൊരു ജഡ്ജ് പറയുന്നുണ്ടെങ്കിൽ ഇത് ഏത് റാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റാഷണൽ ആയിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് ഒരു വേർഡിക്റ്റ് എങ്കിൽ ഇവിടെ എവിടെയാണ് റാഷണാലിറ്റി ഉള്ളത്? ഇവിടെ എവിടെയാണ് ഒബ്ജക്ടിവിറ്റി ഉള്ളത്? എവിടെയാണ് ന്യൂട്രാലിറ്റി ഉള്ളത്? അപ്പൊ 12-13 വയസ്സായ വിധവയിലെ പെൺകുട്ടിയുടെ ശരീരമാണ്, അതിന്റെ തടിച്ചു മെഴുത്ത കൊഴുത്ത ഒരു രൂപമാണ് അവൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് കാരണമായത് എന്നൊരു ജഡ്ജിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ന്യൂട്രലോ ഒബ്ജക്റ്റീവോ എന്താ പറയാ റാഷണലോ ഒന്നുമല്ല തന്നെ. അപ്പൊ എന്താണ് വാസ്തവത്തിൽ ആധുനികതയുടെ എല്ലാ വിജ്ഞാന ശാഖകളെയും പോലെ അതിന്റെ വലിയ ക്ലെയിമുകൾക്കകത്ത്, അതിന്റെ മെത്തഡോളജിക്കകത്ത് ലോ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്, സാക്ഷികളുടെ മൊഴി അനുസരിച്ചാണ്, തെളിവുകൾ അനുസരിച്ചാണ്, ഇങ്ങനെ അതിന്റെ മെത്തഡോളജി എപ്പോഴും ഓരോന്നും മുന്നോട്ട് വയ്ക്കും. അപ്പൊ ഈ മെത്തഡോളജി ശരിയാണ്, സാക്ഷി മൊഴി അനുസരിച്ചിട്ടാണ്, തെളിവ് അനുസരിച്ചിട്ടാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും വളരെ പക്ഷപാതിത്വം ഇല്ലാത്ത തരത്തിലുള്ള യുക്തിഭദ്രമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ട്രൂത്ത് ആണ്, സത്യസന്ധമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് വന്നത് എന്നുള്ള തോന്നലുകൾ നമ്മളിൽ കൃത്യമായി ഉണ്ടാക്കപ്പെടുന്നു. അപ്പം ഈ ഒരു ക്ലെയിമിന്റെ പുറത്ത് വാസ്തവത്തിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വലിയ തരത്തിലുള്ള വയലൻസുകളെ നമ്മൾ കാണാതിരിക്കുകയും നമ്മൾ ഈ നിയമവ്യവസ്ഥയിലുള്ള നീതി സാധ്യതകളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള ഒരു കാര്യം. ലോ എങ്ങനെയാണ് ജെൻഡർ സെൻസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റുക? ലോ നിലനിൽക്കുന്ന ലോയെ ജെൻഡർ സെൻസിറ്റീവ് ആക്കാൻ പറ്റുമോ? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആഡ് ചെയ്താൽ മതിയോ? ഡൗറിക്കെതിരായിട്ടുള്ള ഒരു ആക്ട് ആഡ് ചെയ്താൽ മതിയോ? ബർമ കമ്മീഷൻ വഴി വന്നിട്ടുള്ള ഒരു ആക്ട് ആഡ് ചെയ്താൽ മതിയോ? അപ്പൊ നമ്മൾ പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. നീതിരാഹിത്യങ്ങളെ, നീതി നിഷേധങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും വളരെ ഏർണസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്ദിരാ ജയ്സിംഗ് പോലെയുള്ള ആളുകൾ, അങ്ങനെ ധാരാളം പേര് നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ബോഡി ഓഫ് ലോയിനോട് കുറെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആഡ് ചെയ്താൽ മതിയോ? ട്രാൻസ്ജെൻഡർ ബില്ല് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു ശ്രമം നിരന്തരമായി നടന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫെമിനിസ്റ്റ് മെത്തഡോളജിയിൽ പറയാം, വിജ്ഞാനങ്ങൾക്കകത്ത് സ്ത്രീ വിട്ടുപോയി, ദളിത് വിട്ടുപോയി, ആദിവാസി വിട്ടുപോയി, കാണുന്നില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് കാണുന്നില്ലെങ്കിൽ എന്നാ പിന്നെ അവരെ ആഡ് ചെയ്താലോ? നമ്മൾ ഈ ഫെമിനിസ്റ്റ് എംപിരിസിസം എന്നൊക്കെ പറയുന്ന ഈ ആഡിങ് ആൻഡ് സ്റ്റേറിങ് ഇല്ലാതായി പോയതിനെ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞൊരു ശ്രമം കാണാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ശ്രമങ്ങൾ നിരന്തരമായി ഒരു ലീഗാലിറ്റിയുടെ ലോ സിസ്റ്റത്തിന്റെ അകത്തുള്ള ശ്രമങ്ങൾ, വളരെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ, വിട്ടുപോയതിനെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ശ്രമം കൊണ്ട് പരിഹരിക്കാവുന്നതാണോ ലോ എന്നുള്ള മേഖലയിലുള്ള പ്രശ്നം? ലോ മാത്രമല്ല, എല്ലാ ഹിസ്റ്ററിക്കകത്തുള്ള, സോഷ്യോളജിക്കകത്തുള്ള, പിന്നെ ഞാൻ പറയുന്ന ആധുനികത ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സ്പേസുകൾക്കകത്തും വന്നു പോയിട്ടുള്ള എക്സ്ക്ലൂഷൻ, ഇല്ലായ്മകളെ, നീതിരാഹിത്യം
അരാഹിത്യങ്ങളെ പരിഹരിക്കാൻ ഈ കൂട്ടിച്ചേർക്കലുകൾ കൊണ്ട് സാധ്യമാകുമോ, അത് മതിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വാസ്തവത്തിൽ ചോദിപ്പിക്കുന്നത് നമ്മള് ഞാൻ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ പുരുഷൻ എന്നുള്ള അർത്ഥത്തിൽ അപ്പുറത്തേക്ക് ഡോമിനേഷനെതിരായിട്ടുള്ള, അധികാരത്തിനെതിരായിട്ടുള്ള ഒരു പൊസിഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഫെമിനിസ്റ്റ് ചോദ്യം തന്നെയാണ്. ജൂറിസ്പ്രൂഡൻസ് എന്ന് പറയുന്നത് ജീവിതവും നിയമവും തമ്മിലുള്ള ബന്ധം, ലോ ആൻഡ് ലൈഫ് തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ഈ നിയമം എന്ന് പറയുന്നതിനെ മാറ്റി ആലോചിക്കേണ്ട ഒരു സമയം ആയി എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഫെമിനിസ്റ്റ് എംപെറിസിസം പോരാന്നും ഫെമിനിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റ് വേണം എന്നൊക്കെ വാദിക്കുന്നത് പോലെ സ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ദളിതന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ആദിവാസിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതിയെയും നിയമത്തെയും ആലോചിക്കാൻ കഴിയുമോ? അവിടെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു അന്വേഷണങ്ങൾ നമ്മൾ കൊണ്ടു ചെന്നെത്തിക്കേണ്ടത്. അനുഭവങ്ങളിൽ നിന്ന്, നിത്യജീവിതത്തിന്റെ എക്സ്പീരിയൻസിന്റെ ആ ജീവിതങ്ങളെ തൊടുന്ന തരത്തിലുള്ള നിയമങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ, നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടുത്തെ ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ചൊന്നും എനിക്ക് അറിവില്ല. ഞാനിങ്ങനെ എന്തോ ഒരു പുസ്തകം വായിച്ചു, ലോ ഓഫ് പ്രൊവക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം, അതിനെ കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. അപ്പൊ ഈ ലോ ഓഫ് പ്രൊവക്കേഷൻ നിലനിൽക്കുന്നത് ഒരു കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്ത് പ്രേരണയുടെ പുറത്ത് എന്നെ കൊല്ലാൻ വന്നു, സെൽഫ് ഡിഫെൻസിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയി, ഇങ്ങനെയുള്ള ഈ ലോ ഓഫ് പ്രൊവക്കേഷനെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു സ്ത്രീ 10-20 കൊല്ലമായിട്ട് ഭർത്താവ് പീഡിപ്പിക്കുന്ന ഒരു സ്ത്രീ, ബാറ്റേർഡ് ആയിട്ടുള്ള വുമനാണ്. അപ്പൊ ഇവര് തിരിച്ചു പറയാൻ പറ്റുന്നില്ല, അത്രയും ദേഷ്യത്തിന്റെയും വയലൻസിന്റെ ഒരു സ്പേസ് അവർക്കൊന്നും തിരിച്ചു റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സ്ത്രീ അവസാനം ഇയാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഇയാൾ വന്ന മുന്നിൽ നിന്ന് രോഷാകുലായി നിന്നാൽ ഇത് സാധ്യമല്ല, കൊല്ലാൻ സാധ്യമല്ല. അപ്പൊ ഇവര് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അയാളോട് വളരെ സ്നേഹത്തിലൊക്കെ സംസാരിച്ച് അന്ന് രാത്രി ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അയാളെ കൊല്ലുകയാണ്. അപ്പം സാക്ഷി മൊഴി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അയൽവക്കക്കാരോട് ചോദിക്കുകയാണ്, അന്ന് എന്തെങ്കിലും തർക്കം ഉണ്ടായോ, ഒരു സെൽഫ് ഡിഫെൻസിലാണോ കൊന്നത്? അപ്പം പറഞ്ഞു അല്ല. അതുകൊണ്ട് തന്നെ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് പറഞ്ഞു, വൈ ഡോണ്ട് വി ലുക്ക് അറ്റ് എ ബാറ്റേർഡ് വുമൺ സിൻഡ്രോം. ഈ ലോ ഓഫ് പ്രൊവക്കേഷൻ എന്നുള്ളത് ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നുള്ള 20 കൊല്ലമായിട്ട് പ്രൊവക്കേഷൻ ഉണ്ട്, അതിനെ ഉൾക്കൊള്ളിക്കാൻ നിങ്ങളുടെ ലീഗൽ സിസ്റ്റത്തിന് സാധ്യമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ അനുഭവം 20 കൊല്ലമായി ബാറ്റേർഡ് ആണ് എന്നുള്ള അനുഭവത്തിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇന്നത്തെ ലീഗൽ സിസ്റ്റം നിൽക്കുന്നത്. ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു വയലൻസിന്, ഒരു പ്രതി വയലൻസ് എന്നുള്ള നിലയ്ക്ക് അയാളെ കുത്തിക്കൊന്നാൽ അതൊരു പക്ഷേ ഈ ലീഗൽ സിസ്റ്റത്തിൽ അഡ്മിസിബിൾ ആവുന്ന അവസ്ഥ. അപ്പൊ എൻ്റെ അനുഭവങ്ങള്, ഞാൻ ജീവിക്കുന്ന ജീവിതത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, ലോ ആൻഡ് ലൈഫ് തമ്മിലുള്ളതാണ് ജൂറിസ്പ്രൂഡൻസ് എങ്കിൽ എൻ്റെ ലൈഫിനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്ത, എൻഗേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ലീഗൽ സിസ്റ്റം വാസ്തവത്തിൽ ഈ നേരത്തെ പറഞ്ഞ കൂട്ടിച്ചേർക്കലുകൾ കൊണ്ട് എനിക്ക് നീതി തരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുന്നില്ല. ഞാൻ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും വേണം. അപ്പൊ ഞങ്ങൾ 2-3 സ്റ്റുഡൻസ് വിയൂർ ജയിലിൽ കുറെ ഫീൽഡ് വർക്കിൽ പോയിരുന്നു. അവിടെ നിന്ന് കേട്ടിട്ടുള്ള ഒരു സംഭവം, ഒരു സ്ത്രീ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു, ഭർത്താവ് മരിച്ചുപോയി. അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരാൾ ഗർഭിണിയായി. ഈ കുട്ടി ജനിച്ച സമയത്ത് ഈ കുട്ടിയെ ആ സ്ത്രീ കൊന്നു, പിടിക്കപ്പെട്ടു, ജയിലിലായി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസവും കൂടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടുകയും കുട്ടി മരിക്കുകയും സ്ത്രീ മരിക്കാതെ, ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമ്മൾ കാണും. ഈ സ്ത്രീ ജയിലിലായിരുന്നു. അപ്പം ഈ നമ്മുടെ സ്റ്റുഡൻസ് ഈ സ്ത്രീയോട് കുറെ സംസാരിക്കുകയും ചെയ്തപ്പം എൻ്റെ സ്റ്റുഡന്റ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ അപ്പൊ ആരാ കൊന്നത്? വാസ്തവത്തിൽ ഈ സ്ത്രീ ആണോ കൊന്നത്, സാമൂഹ്യ വ്യവസ്ഥിതിയാണോ കൊന്നത്? ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യം. എന്തിനാണ് ഈ സ്ത്രീ കുട്ടിയെ കൊല്ലേണ്ടി വരുന്നത്? ഈ സ്ത്രീ ഈ കുട്ടിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഈ കുട്ടിയെ കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുക അസാധ്യമാവുന്നത് കൊണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മള് നീതി എന്നുള്ള ഒരു സങ്കല്പത്തെ തന്നെ നിലനിൽക്കുന്ന ഈ എന്താ പറയാ നിയമവ്യവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു നീതിബോധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നീതിബോധത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ലേ? ഏതുതരം നീതിബോധം എൻ്റെ ജീവിതത്തെയും എൻ്റെ സാഹചര്യങ്ങളെയും ഈ അധികാര വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കുന്ന എൻ്റെ സാഹചര്യങ്ങളെയും കാണാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? അപ്പോഴാണ് നമുക്കൊരു ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുക എന്നുള്ളത്. അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്ന് പറയുന്നതാണ് ആദ്യം പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സമൂഹത്തിൽ ഈക്വൽ അല്ലാത്ത, സോഷ്യലി ഈക്വൽ അല്ലാത്ത ആളുകളെ എങ്ങനെയാണ് നിയമത്തിന്റെ മുന്നിൽ മാത്രം നിങ്ങൾക്ക് ഈക്വൽ ആക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം. അതുകൊണ്ട് തന്നെ
നമ്മൾ ഡിസ്ക്രിമിനേഷൻ വേണ്ട എന്നല്ല. അപ്പൊ ബെറ്റി ഫ്രീഡൻ ഒക്കെ ലിബറൽ ഫെമിനിസത്തിനകത്ത് പറഞ്ഞ പോലെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ വേണം. ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് ഒരേപോലെയുള്ള നിയമമല്ല എനിക്ക് ബാധകമാവേണ്ടത്. ഞാനൊരു ആദിവാസിയാണ്, അതുകൊണ്ട് ഒരേപോലെയുള്ള നിയമം അല്ല എനിക്ക് ബാധകമാക്കേണ്ടത്. ഞാനൊരു ദളിതാണ്. അപ്പൊ ഇങ്ങനെ എൻ്റെ മാർജിനലൈസ്ഡ് ആവുന്ന ഐഡന്റിറ്റികളുടെ അവസ്ഥയ്ക്കനുസരിച്ച് നിയമം മാറേണ്ടിയിരിക്കുന്നു. ഓരോ പ്രത്യേകമായിട്ടുള്ള ഈ മൾട്ടി ഇന്റർസെക്ഷൻസ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ഐഡന്റിറ്റികളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ നിയമം ഇല്ലെങ്കിൽ, എല്ലാവരെയും ഒരുപോലെ കാണുന്ന നിയമമാണെങ്കിൽ അതിൽ ചിലരെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് തന്നെയാണ്. ഈ എല്ലാവരും അധികാരത്തിൽ ഇരിക്കുന്ന ചിലരെ മാത്രം കാണാനുള്ള സാധ്യത മാത്രമേ ആ നിയമത്തിൽ ഉണ്ടാവുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഞാൻ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം.